റിട്ടേൺ മൈഗ്രേഷൻ എന്താണെന്നും അതിൻ്റെ കോസസ്, പ്രോബ്ലംസ് ആൻഡ് ഈ റിട്ടേൺ മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്തിട്ടുള്ള പോളിസീസ് തുടങ്ങിയവയാണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു മൈഗ്രേഷൻ്റെ അളവ് 2013 ആകുമ്പോഴേക്കും 24 ലക്ഷമായി ഉയർന്നു. ആൻഡ് 2018 അത് 21 ലാക്കായിട്ട് കുറയുകയാണ് ഉണ്ടായത്. 24 ലാക്കിൽ നിന്ന് 21 ലാക്കായിട്ട് കുറഞ്ഞു. ആൻഡ് ഇതിൽ പകുതിയും റിട്ടേൺ മൈഗ്രേഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞു നോൺ റെസിഡൻറ്റ് കേരളൈസ് NRKs സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവരുടെ നിന്ന് കിട്ടുന്ന റെമിറ്റൻസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി, പക്ഷേ അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം തിരിച്ച് വീണ്ടും നമ്മുടെ ഹോം റെസിഡൻസ് അഥവാ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ വീണ്ടും വരുന്നു, ഒറിജിനിലേക്ക്. ഇതിന് റിട്ടേൺ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ലാസ്റ്റ് ഇയർ ആയിട്ട് കുറച്ച് ഇയേഴ്സായിട്ട് റിട്ടേൺ മൈഗ്രേഷൻ്റെ അളവ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള മൈഗ്രേഷൻ സർവേൻ്റെ കണക്ക് പ്രകാരം 2018 ഏകദേശം 12.95 ലാക്ക് ആൾക്കാർ റിട്ടേൺ മൈഗ്രേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ 60% ആൾക്കാരും എമിഗ്രൻസ് ആണെന്നാണ് പറയുന്നത്. ഈ സർവേ പ്രകാരം 12.95 ലാക്സോളം റിട്ടേൺ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. അതിൽ 60%-ഓളം എമിഗ്രൻസ് ആണ്. ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് 2018 ശേഷം 1920 എന്നുള്ള ഈ കാലഘട്ടത്തിലുള്ള റിട്ടേൺ മൈഗ്രേഷൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് COVID-19 പാൻഡമിക് മൂലം ഉണ്ടാകുന്ന അതൊരു റീസണാണ്. ആൻഡ് മറ്റെന്തൊക്കെ റീസണാണ് റിട്ടേൺ മൈഗ്രേഷനിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു 12.95 ലാക്സോളം ആൾക്കാരാണ് റിട്ടേൺ മൈഗ്രേഷൻ ഉള്ളത്. ആൻഡ് ഇന്ത്യയിലേക്ക് ഈ റിട്ടേൺ മൈഗ്രേഷൻ ഇതുപോലെ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ പേർക്ക് ജോബ് ഇല്ലാതാവുന്നു. ഈ ജോബ് ഇല്ലാണ്ട് ആവുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഈ നമ്പർ ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് UAE നിന്ന് മാത്രം കേരളത്തിലേക്ക് വന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 7 ലക്ഷത്തി ഇന്ത്യയിലേക്ക് വന്നത് ടോട്ടൽ ഇന്ത്യയിലേക്ക് വന്നത് UAE നിന്നാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ മൈഗ്രേഷൻ വന്നത്. അതിൻ്റെ കണക്ക് പറയുന്നത് പ്രകാരം 7,17,015 റിട്ടേണേഴ്സാണ് ഉണ്ടായിരുന്നത് UAE നിന്ന് മാത്രം. ആൻഡ് ഈ UAE നിന്ന് റിട്ടേൺ എമിഗ്രൻസ് വന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു മേജർ പോർഷൻ വന്നിരിക്കുന്നത് കേരളത്തിലേക്കാണ്. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ മൈഗ്രേഷൻ അഥവാ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിരിക്കുന്നത്. ഈ റിട്ടേൺ മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് എക്കണോമിക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെ കൊണ്ടായിരിക്കും ഈ റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എനാക്ട്മെൻറ്റ് ഓഫ് സ്ട്രിക്റ്റ് ലോസ് ഇൻ ഫോറിൻ കൺട്രീസ്. ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ ആൻഡ് സൗദി നാഷണലൈസേഷൻ സ്കീം ഓർ നിതാഖത്ത്. ഇതിന് ഫസ്റ്റത്തെ എന്താ കാരണം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ലോ, ഫോറിൻ രാജ്യങ്ങളിൽ കീപ്പ് ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റിട്ടേൺ മൈഗ്രേഷൻ അവിടെ നിന്ന് ജോലിയിൽ നിന്നും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിലേക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലേബർ ലോ കൊണ്ടുവന്നത്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ അബ്രോഡ്. ഇവിടെ നിന്ന് മൈഗ്രേറ്റായി പോകുന്നവർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും സ്റ്റഡീസിന് വേണ്ടിയിട്ടും ബെറ്റർ ഹെൽത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. പക്ഷേ ഈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അബ്രോഡിൽ അവിടെ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ അവർ വീണ്ടും തിരിച്ച് റിട്ടേൺ മൈഗ്രേറ്റ് ചെയ്യേണ്ട വരുന്നുണ്ട്. അതൊരു റീസണാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഫാൾ ഇൻ ദ ഓയിൽ പ്രൈസസ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഓയിൽ റിച്ച് കൺട്രീസിലേക്കാണ് മൈഗ്രേഷൻ നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓയിൽ പ്രൈസ് കുറയുമ്പോൾ അവിടെ എന്താണ് പ്രൊഡക്ഷനും ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഉള്ളവർക്ക് ജോലി നഷ്ടമാവും. ആൻഡ് റിട്ടേൺ മൈഗ്രേഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ഗ്ലോബൽ എക്കണോമിക് റിസഷൻ ഓർ സ്ലോ ഡൗൺ. ഈ ഒരു റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുവേ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ജോലികൾ നഷ്ടമാകുന്നു, ആൾക്കാർ തിരിച്ചു വരുന്നു എന്നൊക്കെ പറയില്ലേ. ഈ റിസഷൻ അത് റിട്ടേൺ മൈഗ്രേഷൻ്റെ കാരണമാകുന്നു. COVID-19 ക്രൈസിസ് ആൻഡ് സബ്സിക്വൻറ്റ് ലോക്ക്ഡൗൺ. കോവിഡിന് നമുക്കറിയാം ഈ കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മാത്രമല്ല മൊത്തം ലോകത്തെയും തന്നെ വരച്ച ഒരു സിറ്റുവേഷനായിരുന്നു COVID-19 എന്ന് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്.
അപ്പോൾ അവിടെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ആയി പോയ എമിഗ്രൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവർക്കവിടെ ജോലി നഷ്ടമാകുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ താല്പര്യമില്ലെങ്കിൽ കൂടി അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ റിട്ടേൺ മൈഗ്രേഷൻ അതൊരു കാരണമാണ്. ടെർമിനേഷൻ ആൻഡ് ക്യാൻസലേഷൻ ഓഫ് ദ വർക്ക് കോൺട്രാക്ട്സ്. നമ്മൾ പറഞ്ഞു ഉള്ളതിലധികം പേരും എമിഗ്രേറ്റ് ചെയ്യുന്നതിലധികം പേരും ടെമ്പററി കോൺട്രാക്ട് ബേസ്ഡ് വർക്കേഴ്സാണ്. അപ്പോൾ ഇവരുടെ ഈ ടെമ്പററി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ജോലിയിലുണ്ടാകും, തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിലേക്ക് നയിക്കുന്നു. ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ലൈക്ക് വാർ. ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിടും, അവരുടെ നാട്ടുകാരല്ലാത്തവരെ പ്രത്യേകിച്ച്. അപ്പോൾ ഇതും റിട്ടേൺ മൈഗ്രേഷന് ഒരു കാരണമാണ്. ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ ഓർ കലാമിറ്റീസ്. ഇപ്പോൾ പ്രളയം പോലുള്ളത്, ഇതുപോലത്തെ വലിയ സംഭവങ്ങൾ, സുനാമി, ചുഴലിക്കാറ്റ്, ഇങ്ങനത്തെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ അവിടുത്തെ എക്കോണമീനെ തന്നെ ഹോളായി ബാധിക്കും. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് നടപടി എന്ന് പറയുന്നത് അവിടെ ഉള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് താമസന്മാരെ അവിടെ പോയി സെറ്റിലായിരിക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോയവരൊന്നും ഒരിക്കലും പ്രൈമറി കൺസിഡറേഷനിൽ വരുന്നവരില്ല. അപ്പോൾ അവരിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ അയച്ചു വിടുന്നു. അപ്പോൾ ഇത് റിട്ടേൺ മൈഗ്രേഷനിലേക്ക് നയിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫാൾ ഇൻ ദ വേജസ് ഓർ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ അബ്രോഡ്. ഇപ്പോൾ ബെറ്റർ പേ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പകുതി പേരും അബ്രോഡിലേക്ക് എമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വേജ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി അതും പോരാഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേജ് കുറവും തമ്മിലുള്ള ഒരു മിസ് മാച്ച് ഉണ്ടല്ലോ, ആ സിറ്റുവേഷനിൽ അവരവിടെ നിന്നിട്ട് അവർക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ച് വരും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫാൾ ഇൻ ദ ഡിമാൻഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഫീൽഡ്. കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഇൻഡസ്ട്രിയൽ ഫീൽഡൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ശാഖ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നാണ്. സോ അതും ഒരു റിട്ടേൺ മൈഗ്രേഷനിലേക്ക് നയിക്കുന്നു. ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് ലോ പേയ്മെൻറ്റ് ആൻഡ് ഇൻസെൻറ്റീവ്സ്, ലെസ് ചേഞ്ചസ് ഇൻ പ്രൊമോഷൻ, ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുന്നില്ല, നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുന്നില്ല, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ജോലി അവിടെ ഇട്ടിട്ട് തിരിച്ചു പോരും. അത് റിട്ടേൺ ഇമിഗ്രേഷനിലേക്ക് നയിക്കുന്നു. ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ്. റിസഷൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസും റിട്ടേൺ മൈഗ്രേഷന് കാരണമാകുന്നു. അപ്പോൾ പിന്നെ ഇതൊന്നും അല്ലാതെ ഇതൊക്കെ ഇൻവോളണ്ടറി ആയിട്ടാണ്. വോളണ്ടറി ആയിട്ട് ഒരാൾ ഇവിടുന്ന് എമിഗ്രേറ്റ് ചെയ്ത് പോയിട്ട് വീണ്ടും തിരിച്ചും ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം എന്തായിരിക്കും? അവരുടെ ഡിസയർ, നമുക്ക് നമ്മുടെ നാടിനെ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ള നേച്ചറുള്ളവരുണ്ട്. അതുകൊണ്ടും റിട്ടേൺ മൈഗ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഹോം സിക്നെസ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർ, അതായത് വേറൊരു സ്ഥലത്ത് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അവരൊക്കെ തിരിച്ചു വരും. പിന്നെ അവിടുത്തെ സ്ഥലം ശരിയില്ല, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിങ് ഫെസിലിറ്റി കൂടുതൽ ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആരും അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ നിൽക്കുക, തിരിച്ചു പോരും. അപ്പോൾ ഇത്രയും കാരണങ്ങൾ തന്നെ ആണ് കോസസ് ഓഫ് റിട്ടേൺ മൈഗ്രേഷനിലേക്ക് നയിക്കുന്നത്. ആൻഡ് പ്രോബ്ലംസ് ഓഫ് റിട്ടേൺ മൈഗ്രേഷൻ. നമ്മുടെ മൈഗ്രേഷൻ അഥവാ റിട്ടേൺ മൈഗ്രേഷൻ അഥവാ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ജോബില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളുടെ സ്റ്റേറ്റിനെ ആക്കുന്നു. ഇവിടെ നിന്ന് ജോബിൻ്റെ കുറവ് കൊണ്ടാണ് അബ്രോഡിൽ പോയിരിക്കുന്നത്, അവിടെ ബെറ്റർ പേയ്മെൻ്റ് ആണ് ഇതൊക്കെ കിട്ടുന്നത് പറഞ്ഞിട്ട്. പക്ഷേ അവിടെയും ഈ റിട്ടേൺ മൈഗ്രേഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ജോബ് ഇല്ലാത്ത അവസ്ഥയാവും. അൺഎംപ്ലോയ്മെൻറ്റ് എന്താവും? അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ കൂടും. അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റിംഗ് ലെവലിനേക്കാളും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അബ്രോഡിൽ പോയി വർക്ക് ചെയ്യുന്നവരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കിട്ടുന്നത് പറഞ്ഞു. ഈ റെമിറ്റൻസ് ഇല്ലാണ്ടായാലും എന്ത് സംഭവിക്കും? അവർ തിരിച്ചിങ്ങോട്ട് വന്നു, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റെമിറ്റൻസും ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലോ ഓഫ് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഈ റിട്ടേൺസ് മൈഗ്രേഷൻ നടത്തുന്നവർക്ക് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? റീഹാബിലിറ്റേഷൻ ഓഫ് റിട്ടേൺ മൈഗ്രൻസ്, റീഇൻ്റഗ്രേഷൻ ഓഫ് റിട്ടേൺ റിട്ടേൺ ഇമിഗ്രൻസ് ആൻഡ് റീമൈഗ്രേഷൻ ഓഫ് റിട്ടേൺ ഇമിഗ്രൻസ്. ഇവരെ പുനരധിവസിപ്പിക്കൽ, ഇവരുടെ ഈ എമിഗ്രേഷൻ രീതിയൊക്കെ പുതുക്കുന്നത്, ആൻഡ് ഇവരെ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് ജോലിക്ക് വേണ്ടി പറഞ്ഞേക്കുന്നത്, റീമൈഗ്രേഷൻ ഓഫ് ദ റിട്ടേൺ ഇമിഗ്രൻസ്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എക്കോണമീനെയും വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്, അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീനെ ബാധിക്കുന്നുണ്ട്, റെമിറ്റൻസിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ പറഞ്ഞത് തന്നെ എന്താണ്? റെമിറ്റൻസ് കൊണ്ടാണ് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുതൽ വളരുന്നതിന് കാരണമായത്. അപ്പോൾ ഈ റെമിറ്റൻസ് ഇല്ലാണ്ടായെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? സോഷ്യൽ ഡെവലപ്മെൻറ്റ് കുറയുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പോളിസീസ് ആൻഡ് സ്കീംസാണ് ഈ
റിട്ടേൺ മൈഗ്രൻസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നോക്കാം. സോ ദ മേജർ പോളിസീസ് ആൻഡ് സ്കീംസ് ടു റീഇൻറ്റഗ്രേറ്റ് റിട്ടേൺ മൈഗ്രൻസ്. അപ്പോൾ ഈ NRKസിന് വേണ്ടിയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ എയ്ഡ്സ് കൊടുക്കുന്ന പ്രോഗ്രാംസും ഒരുപാട് സ്കീംസും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നോർക്ക റൂട്ട്സ്. നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് ആദ്യം നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് വെൽഫെയർ ഏജൻസീൻ്റെ ഭാഗമായിരുന്നു. അത് 1996 ഡിസംബർ 6 സ്ഥാപിച്ചാണ്. അതൊരു ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ആ സമയത്ത് അത് ഈ വിദേശത്ത് NRKസിൻ്റെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ പരാതികളും ബോധിപ്പിക്കാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആൻഡ് 2002 അതൊരു ഏജൻസിയായി മാറി, നോർക്കൻ്റെ കൂടെ ചേർന്നു. ആൻഡ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് NRKസിൻ്റെ വെൽഫെയർ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നോർക്ക റൂട്ട്സിൻ്റെ ഇതിൽ പറയുന്നത്. ആൻഡ് സാന്ത്വന എന്ന് പറയുന്നത് NRKക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോൾ ഈ NRK ഫാമിലിയിൽ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സിൻ്റെ ഫാമിലിയിൽ ആനുവൽ ഇൻകം 1 ലക്ഷത്തിൽ താഴെയുള്ളവരുടെ ഫാമിലിക്കാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഇതിൽ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളെന്ന് വെച്ചാൽ ഡെത്ത് ഉണ്ടാകുന്ന സമയത്ത്, മാരേജ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മൊബിലിറ്റി റിക്വയർമെൻറ്റ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് തുടങ്ങി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാന്ത്വന എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെ ആനുവൽ ഇൻകമുള്ള NRK ഫാമിലീസിനാണ്. ഇത് പ്രകാരം 24.25 crores ആണ് ഈ സ്കീം വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് 4102 ബെനിഫിഷ്യറീസാണ് ഇതിലുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞൊരു പെട്ടെന്നൊരു ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ സാന്ത്വന സ്കീമിൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നോർക്കൻ്റെ ഭാഗത്തിലുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇത് പ്രകാരം 2 വർഷത്തിൽ കുറയാത്ത അബ്രോഡിൽ പോയിട്ട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് 30 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ സീഡ് ക്യാപിറ്റൽ ഓഫ് 13 lakhs ഉള്ള ആ ലെവലിൽ എൻ്റർപ്രണേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനോ ഉള്ള സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്യാപിറ്റലിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സബ്സിഡീസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 15%. ഈ റിബേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന റിബേറ്റായിട്ട് 3% സബ്സിഡീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 4 വർഷത്തിന് വേണ്ടിയിട്ടാണ്, 4 വർഷത്തിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, 3 ലക്ഷം പുതിയൊരു എൻ്റർപ്രൈസസ് ഉണ്ടാക്കാനും എക്സ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടി കൊടുക്കുന്നു. 15% അതിൻ്റെ ക്യാപിറ്റൽ സബ്സിഡീസ് എന്ന് പറയുന്നത് 3% റിബേറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. 4 വർഷം കാലയളവിലാണ് കൊടുക്കുന്നത്. ഇനി ഇത് പ്രകാരം 45.21 crores ആണ് ഇതിൻ്റെ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് 2895 ബെനിഫിഷ്യറീസാണ് ഇതിന് മൊത്തമായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്റർ. ഈ സ്കീം കൊണ്ടുവന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ എമിഗ്രൻസ് മറ്റൊരു സ്ഥലത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുക. എന്താണ് ഇമിഗ്രേഷൻ, ഇതിൻ്റെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഈ മൈഗ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഇറഗുലർ മൈഗ്രേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ റിസ്ക്കാണ് ഇൻവോൾവ് ചെയ്യുന്നത് തുടങ്ങിയ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ കോൺട്രാക്റ്റ് എങ്ങനെയാണ് തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് പ്രകാരം അവരൊരു ഹെൽപ്പ് ലൈനായിട്ട് 24 hours അവൈലബിൾ ആയിട്ടുള്ളൊരു ഹെൽപ്പ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം NRKസിനെ അവർ ഫേസ് ചെയ്യുന്ന കംപ്ലയിൻറ്റ്സ് ആസ് വെൽ ആസ് നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഹെൽപ്പ് ലൈൻ വഴി ബോധിപ്പിക്കാവുന്നതാണ്. ആൻഡ് ഇത് ഒരു 3 lakhs വരുന്ന NRKs അവൈലബിൾ ആണ്. 30 രാജ്യങ്ങളിലായിട്ട് ഈ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. 24 hours അവൈലബിൾ ആയിട്ട്. ആൻഡ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് 3 lakh NRKസിനും ഇത് അവൈലബിൾ ആണ്. ആൻഡ് എമർജൻസി ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നോൺ റെസിഡൻസ് ഓഫ് കേരളൈറ്റ്സിന് ഇപ്പോൾ അവർക്ക് അസുഖമോ ഇല്ലെങ്കിൽ അവർ ആക്സിഡൻറ്റിൽ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമാണ് എമർജൻസി ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് പ്രകാരം ഫിനാൻഷ്യലി പൂറായി നിൽക്കുന്ന NRKസിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവിടെ വെച്ചിട്ട് വിദേശത്ത് എമിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ അവിടെ വെച്ച് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മോർട്ടൽ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി പൂറായിട്ടുള്ളവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നത് എയർപോർട്ട് വഴി അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ആൻഡ് ഈ എമർജൻസി ആംബുലൻസ് സർവീസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രവാസി ലീഗൽ എയ്ഡ് സെൽ. ഈ പ്രവാസി ലീഗൽ എയ്ഡ് സെൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എമിഗ്രൻ്റായി പോയിരിക്കുന്ന ആ പ്രവാസിയായി പോകുന്നവർ ഏതെങ്കിലും ഒരു പെറ്റി കേസിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ അവർക്ക് ഭാഷ അറിയാത്തതിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ അവർക്ക് അവിടുത്തെ നിയമം അറിയാത്തതിൻ്റെ പേരിലോ അവിടെ ജയിലിൽ അകപ്പെടുകയാണെങ്കിൽ പ്രിസണിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർക്ക് ഈ പ്രവാസി ലീഗൽ എയ്ഡ് സെല്ല് മുഖാന്തരം അവരുടെ ആ ഇഷ്യൂസ് പരിഹരിക്കാനും അവരെ ജയിലിൽ നിന്ന് വീണ്ടെടുക്കാനും സഹായിക്കുന്നു. ഇതിനെയാണ് പ്രവാസി ലീഗൽ എയ്ഡ് സെല്ല് എന്ന് പറയുന്നത്. എമർജൻസി റിപ്പാട്രിയേഷൻസ് ഫണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യ അവസ്ഥയിൽ ഈ പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സിവിൽ വാറോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുന്ന സമയത്ത് നോൺ റെസിഡൻസ് ഓഫ് കേരള അതിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തിലേക്ക്, ഒരു സേഫ് പ്ലേസിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിലൂടെ നടക്കുന്നത്. ഇതിനാണ് എമർജൻസി റിപ്പാട്രിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇത് പ്രകാരം അവനെ അവിടുന്ന് ഉടനടി മാറ്റുകയും അങ്ങനത്തെ കലാമിറ്റീസ് വാറുണ്ടാകുന്ന സമയത്ത് മാറ്റുകയും തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പ്രവാസി ഡിവിഡൻഡ് ഫണ്ട്. ഇത് പ്രകാരം NRKs അവരുടെ റെമിറ്റൻസ് വെൽഫെയറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. അത് പ്രകാരം അവർക്ക് കേരളത്തിൻ്റെ സെക്യൂരിറ്റീസ്, ബോണ്ടുകൾ തുടങ്ങിയവയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ NRKസിനെ അവരിനെ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത് പ്രകാരം അവർക്ക് 3 ലക്ഷം മുതൽ 51 ലക്ഷം വരയ്ക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൽ കേരള വെൽഫെയർ ബോർഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ആൻഡ് ഇവർക്ക് അതിൻ്റെ ഷെയറായിട്ട് 10% ഗ്യാരണ്ടിയോടുകൂടി ഇൻട്രസ്റ്റോടുകൂടി പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇതിനാണ് പ്രവാസി ഡിവിഡൻഡ് സ്കീം എന്ന് പറയുന്നത്. ഇനി ലോക കേരള സഭ. ഇത് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഇൻ്റഗ്രേഷൻ. NRKസിൻ്റെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഇൻ്റഗ്രേഷന് വേണ്ടി കൊണ്ടുവന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമിനെയാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. ആൻഡ് ഇവരിനെ ഇത് മുഖാന്തരം അവരുടെ ഫാമിലിയായിട്ടും ആൻഡ് കൾച്ചർ, സോഷ്യൽ, എക്കണോമിക് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പോളിസീസാണ് റിട്ടേൺ മൈഗ്രേഷൻസിന് വേണ്ടിയിട്ട് അവരെ റീഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ന് നോക്കിയത് റിട്ടേൺ മൈഗ്രേഷൻ എന്താണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കി, പ്രോബ്ലംസ് ഓഫ് റിട്ടേൺ മൈഗ്രേഷൻ, പോളിസീസ് ആൻഡ് സ്കീംസ് ആൻഡ് അതിൻ്റെ എത്ര സ്കീമുകളുണ്ടെന്നാണ് ഡിസ്കസ് ചെയ്തത്.